പറയത് കൊടുക്കട്ടെ. ഓക്കെ. ഒരു കുലമൊരു മതമൊരു ദൈവം മനുജകുഞ്ഞി ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. ഒരു കുലമൊരു മതമൊരു ദൈവം മനുജകുഞ്ഞി ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരു വായു. അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു. അഖില ചരാചര ചൈതന്യം പല പല പേരിൽ പറയുന്നു. ഈശോ ഈശ്വരനല്ലാവൂ തിരുനാമത്തിൻ പര്യായം. ഈശോ ഈശ്വരനല്ലാവൂ തിരുനാമത്തിൻ പര്യായം. Good morning all. I am saying a small thought. Education is the key to unlock the golden door of freedom and success. John Washington Carver. Thank you. Good morning all. How are you guys? Fine. Good. Okay. I'm gonna sign in this class with the rhyme. Are you ready? Yes. Yes. Okay. I can see with my eyes, I can hear with my ears, I can smell with my nose, I can eat with my mouth, I can chew with my teeth, I can walk with my feet, I can clap with my hands, I can roll with my neck. Thank you. എല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു. തോട്ടാരാടാ? തോട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ഞാനിപ്പോഴാ ക്ലാസ്സിൽ കയറിയത്. അത് കഴിഞ്ഞു. സൈനിങ് കഴിഞ്ഞോ? എല്ലാം കഴിഞ്ഞു. Good morning. Good Good morning. morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Thank you so much. Okay, കഴിഞ്ഞില്ലേ prayer signing thought for the day ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞു മാം. നിങ്ങളുടെ കുറെ പേരുടെ മെസ്സേജ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വേണമെന്ന്. ആക്ച്വലി ഞാനൊരു 5-6 ഒക്കെയാണ് മാത്സ് വിടാറ്. അപ്പൊ ഞാൻ ഒത്തു കുറച്ചുകൂടെ അധികം ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ് യു ലോട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഡിലേ ആയത്. അത് അധികം എനിക്ക് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു ഡിലേ വന്നു, അതാണ്. സോ ഇന്നും നാളെയായിട്ട് എന്തായാലും എല്ലാം ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് ഒരു കാര്യം അറിയേണ്ടത്, റെക്കോർഡ് റൈറ്റിംഗ് എല്ലാം പറഞ്ഞു തന്നു. എന്തോ? 4th വരെ. 5th വൺ നമ്മളൊരു റെക്കോർഡ് എഴുതിയതിന്റെ കോപ്പി ഷെയർ ചെയ്യും. PDF ആയി സ്കാൻ ചെയ്തൊരു കോപ്പി ഷെയർ ചെയ്യും. അത് നോക്കി കോപ്പി ഡൗൺ ചെയ്യാം. പിന്നെ അതിന്റെ ഒപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വാങ്ങിയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പിക്കും ഷെയർ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ടൈറ്റിൽ നോക്കിയിട്ട് പിക്ക് ഗൂഗിൾ ചെയ്ത് നോക്കി മനസ്സിലാക്കി നല്ല പിക്ചർ ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പേസ്റ്റ് ചെയ്യാം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു
ഇപ്പൊ കുറേ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. പണ്ട് യൂസ് ചെയ്തിരുന്ന മെറ്റീരിയൽസിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ലെസൺസ് എല്ലാം സെയിം തന്നെയാണ്. ഓരോരോ വർഷം കഴിയുന്നതോറും നമുക്കറിയാലോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലും മാറ്റങ്ങൾ വരുവാണ്. അപ്പൊ അതിനനുസരിച്ച് മെറ്റീരിയലിലും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ബട്ട് പ്രിൻസിപ്പിൾ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്തത് തന്നെ ഓൾമോസ്റ്റ് എല്ലാം, അതിന് മാറ്റമൊന്നുമില്ല. പിന്നെ പറയാനുള്ളത് സർവേയുടെ ഡീറ്റെയിൽസ് തന്നിരുന്നോ? ക്ലാസ് റൂമിൽ ഇട്ടുണ്ട് മാം. ഓക്കെ, പറഞ്ഞു തന്നിരുന്നല്ലോ അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞില്ല മാം, ജസ്റ്റ് ഡീറ്റെയിൽ ഇട്ടിട്ടേ ഉള്ളൂ ക്ലാസ് റൂമിൽ. ആണോ? അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ, ഫസ്റ്റ് അത്. പിന്നെ പാർട്ട് 1 കംപ്ലീറ്റ് ആയി, പാർട്ട് 2 കംപ്ലീറ്റ് ആയി അല്ലേ? റൈറ്റ്. ഓക്കെ, പാർട്ട് 3 ടീച്ചേഴ്സ് ആരെങ്കിലും എടുത്തു തുടങ്ങിയോ? പാർട്ട് 3 തുടങ്ങിയിട്ടില്ല. പാർട്ട് 4 ആരെങ്കിലും എടുത്തോ? ഓക്കെ, പാർട്ട് 4 വരുമ്പോഴും ഒരു അസൈൻമെന്റ് ഉണ്ട്. ആ അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 ക്വസ്റ്റ്യൻസ് ഒരുമിച്ചുള്ള ഒരു അസൈൻമെന്റ്. അത് തന്നിട്ടില്ലല്ലോ? ഒരു അസൈൻമെന്റ് കിട്ടിയിട്ടുണ്ട്, അത് പറഞ്ഞു തന്നിട്ടില്ല ക്ലാസ് റൂമില്. ഏതാണ്? ക്ലാസ് റൂമിൽ ഒരു അസൈൻമെന്റ് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് പറഞ്ഞു തന്നിട്ടില്ല. എന്താ അസൈൻമെന്റ്? ക്വസ്റ്റ്യൻ ഒന്ന് പറയാമോ? സർവേ ആണ്, അതാണ് നമ്മൾ പറയണേ. സർവേയുടെ കാര്യം. സർവേയുടെ കാര്യമാണ്. ഓക്കെ ഓക്കെ, അത് ഞാനിപ്പോ പറയും. പിന്നെ പാർട്ട് 4 ആവുമ്പോൾ ഒരു അസൈൻമെന്റ് എഴുതേണ്ടതുണ്ട്, അത് പറയും. പിന്നെ റെക്കോർഡ് റൈറ്റിംഗ് പെൻഡിങ്ങിൽ വെക്കരുത്. കാരണം പാർട്ട് 3യുടെ ഒപ്പം തന്നെ നിങ്ങൾക്ക് മോഡ്യൂൾ 3 ഇല്ലേ, പ്രാക്ടിക്കൽസ് ആണ്. മോഡ്യൂൾ 3ക്ക് എക്സാം ഇല്ല, പ്രാക്ടിക്കൽ ആണ്. മോണ്ടിസോറി അപ്പാരറ്റസിനെ കുറിച്ചാണ്. അതും അതിന്റെ ഒപ്പം പ്രാക്ടിക്കൽ സെഷൻ ഓൺലൈൻ ആയിട്ട് എടുക്കും. ഓൺലൈനായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷനിലെ ഓരോ മെറ്റീരിയൽസിന്റെയും ഡെമോ കാണിക്കും ടീച്ചേഴ്സ്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ഫീച്ചേഴ്സ്, എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറഞ്ഞ് മോഡ്യൂൾ 3 പാർട്ട് 3യുടെ ഒപ്പം പോകും. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മുടെ മോഡ്യൂൾ 1ലെ കോർ ടോപ്പിക് ആണ് പാർട്ട് 3. നിങ്ങൾക്ക് ഇപ്പൊ പാർട്ട് 2 കഴിഞ്ഞു, ടേം എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാവും പാർട്ട് 3 ക്ലാസ് എടുക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യും. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ ഡിലേ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രമല്ല, ടീച്ചിങ് പ്രാക്ടീസ് ഒരു പാർട്ട് 3യുടെ സമയത്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് അതിന്റെ തിയറി മനസ്സിലാവും, പ്രാക്ടിക്കലി മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് മോഡ്യൂൾ 3 പ്രാക്ടിക്കൽസ് പാർട്ട് 3യുടെ ഒപ്പമാണ് പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ഓൺലൈൻ ആയിട്ട് ഡെമോ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് വന്നിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും നമ്മൾ റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ തിയറി എക്സാമും വൈവയും എല്ലാം ഒരുമിച്ച് കഴിയും. നിങ്ങൾക്ക് ഡിലേ ഇല്ലാതെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ തിയറി എക്സാം കഴിഞ്ഞ് വൈവ വയ്ക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഡിലേ ആകുന്നു. ഇത് പല രീതിയിലും നമുക്ക് ഹെൽപ്ഫുള്ളും ബെനിഫിഷ്യലും ആണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും, വർക്ക് ചെയ്യുന്നവർക്കും നല്ലതായിരിക്കും. പിന്നെ വൈകാതെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും ഒക്കെ കയ്യിൽ കിട്ടും. കോൺവെക്കേഷൻ സെറമണി വെച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാനൊരു മാഗസീൻ എഴുതുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നിങ്ങളുടെ ബാച്ചിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയാ സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ ഒരു മാഗസിൻ നിങ്ങൾക്ക് റെഡിയാക്കാം. അത് ഹാൻഡ് റിട്ടൺ ആകാം, എങ്ങനെ അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു കോളേജ് മാഗസീൻ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ അക്കാദമികൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുമ്പോൾ മാഗസീൻ ഉണ്ടാക്കില്ലേ, അതിന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിരിക്കും, എല്ലാവരും പല സ്ഥലത്തല്ലേ, അങ്ങനെ ഇരുന്നുകൊണ്ട് എങ്ങനെയാ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നും. എന്തെങ്കിലും ഓരോരുത്തരുടേതായിട്ടൊരു കോൺട്രിബ്യൂഷൻ, എന്തെങ്കിലും ചെറിയൊരു കോഴ്സ് എഴുതാം, ഒരു കവിത എഴുതാം, മലയാളത്തിലാകാം ഇംഗ്ലീഷിലാകാം, മിക്സ്ഡ് ആയിട്ട് ചെയ്യാം. മെയിൻലി ഫോക്കസ് ഓൺ ഇംഗ്ലീഷ് എന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ എഴുതാം. മാഗസീനിൽ നമ്മൾ ആമുഖം എഴുതാറുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ മാനേജിങ് പാർട്ട്നേഴ്സ് ആണ് സിൻഡ സാറും ജയദേവ് സാറും, അവരെ കൊണ്ട് എന്തെങ്കിലും എഴുതിപ്പിക്കാം. പിന്നെ അഡ്മിനിസ്ട്രേറ്റർ ആണ് പ്രസീത മാം, മാമിനോട് എന്തെങ്കിലും എഴുതിപ്പിക്കാം. പിന്നെ കഥകൾ എഴുതാം, നോവൽ എഴുതാം. പിന്നെ അബൌട്ട് നമുക്കറിയാം കുറെ എഡ്യൂക്കേഷനിൽ കുറെ എമിനന്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട് അല്ലെ, മറിയ മോണ്ടിസോറി, ആനി സിലവൻ ഉൾപ്പെടെ പല ആളുകളുണ്ട്.
അവരെ കുറിച്ച് എന്തെങ്കിലും റൈറ്റപ്പ് എഴുതണം, അങ്ങനെ എഴുതാം, അവരുടെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ട്. അപ്പൊ ഇത് ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെയും ഡ്യൂട്ടിയാണ്. പിന്നെ പേജ് ഡിസൈൻ ചെയ്യാം, ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടാവും, അതിനനുസരിച്ച് നിങ്ങൾക്കൊരു മാഗസിൻ ചെയ്യാം. അറ്റ് ദ ടൈം ഓഫ് കോൺവെക്കേഷൻ നിങ്ങൾക്കത് ലൈറ്റ്നിങ്, അതിന്റെ ഒരു പ്രകാശനം ചെയ്യാനായിട്ട് പറ്റും, മാഗസിൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അത് സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് ചെയ്തോളൂ. ഹാർഡ് കോപ്പി ചെയ്യുവാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഫസ്റ്റ് ബാച്ചുകാർ ചെയ്തത് ഹാർഡ് കോപ്പി ചെയ്തിട്ട് അവരൊരു കോപ്പി നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തേർഡ് ബാച്ചും ഫോർത്ത് ബാച്ചും അത് ചെയ്തില്ല. ഇപ്പൊ ഫിഫ്ത്ത് ബാച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ കോൺവെക്കേഷൻ ഓഗസ്റ്റ് ആവുമ്പോഴേക്കും അവരത് കൊണ്ടുവരും. അപ്പൊ അതുപോലെ കാര്യങ്ങൾ ചെയ്യാം. ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സമയം ഉണ്ടെങ്കിൽ മാത്രം, അത് നിർബന്ധമല്ല കേട്ടോ, ഇതൊരു അസൈൻമെന്റോ ആക്ടിവിറ്റിയോ അല്ല. അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു മാഗസിൻ റെഡിയാക്കുന്നു. അതിനുവേണ്ടി ഓരോരുത്തരുടെ കോൺട്രിബ്യൂഷൻസ് പറ്റുമെങ്കിൽ അത് ചെയ്യാം. അപ്പൊ ഓക്കെ, ആദ്യം സർവേയുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഓക്കെ, ഇത് നമ്മൾ മിനിമം 5 പാരന്റ്സിനെയാണ് മീറ്റ് ചെയ്യേണ്ടത്. മിനിമം ആണ്. സർവേ എന്ന് പറയുമ്പോൾ മാക്സിമം ഡേറ്റ കളക്ട് ചെയ്താൽ അതിനനുസരിച്ച് റിസൾട്ട് പിന്നെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. അപ്പൊ ഈ 5 പാരന്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ക്ലാസ്സിലെ കുട്ടികളുടെ പാരന്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ അഡോളസെന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിക്കുന്നത് മോണ്ടിസോറി ആയതുകൊണ്ട് ഇത് KG സെഷൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയൊക്കെയുള്ള കുട്ടികളെ, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പാരന്റ്സ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യരുത്. നമുക്ക് ഈ സർവേയിൽ നിന്നും പല കാര്യങ്ങളും അനലൈസ് ചെയ്ത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുള്ളിടത്ത് സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് സർവേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്നവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, അച്ഛനും അമ്മയും വർക്കിംഗ് ആയിട്ടുള്ളവരുണ്ടാവും. നോക്കുന്നത് ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ആയിരിക്കും. ഇനി അച്ഛൻ മാത്രം വർക്ക് ചെയ്യുന്നവരുണ്ടായിരിക്കും, പിന്നെ പാരന്റ്സ് നഷ്ടപ്പെട്ട കുട്ടികളുണ്ടായിരിക്കും അല്ലെ. ഓരോരുത്തരുടെയും ആ ഒരു നർച്ചറിങ്, അവരെ വളർത്തുന്ന രീതികൾക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ചില കുട്ടികള് ഫോറിൻ കൺട്രീസിലേക്ക് പോയവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിരുന്നു ത്രൂ ഫോൺ, അങ്ങനെയൊക്കെ ചെയ്തിട്ട് മെസ്സേജിലൂടെയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു കൾച്ചർ, എഡ്യൂക്കേഷൻ സിസ്റ്റം വേറെയാണല്ലോ. അപ്പൊ അതിനനുസരിച്ച് പല സോഷ്യൽ ലെവൽസിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലര് എന്താ ചെയ്യുന്ന വെച്ചാൽ വർക്ക് ചെയ്യുന്ന സ്കൂളിലെ കുട്ടികളുടെ പാരന്റ്സിന്റെ ഒരു ഡേറ്റ കളക്ഷൻ പോലെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതിയല്ലോ, ഇതിന്റെ പ്രിന്റ് ഔട്ട്സ് എടുത്തിട്ട് അങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പേര് വെക്കണം എന്ന് നിർബന്ധമില്ല. ഇനി അവർക്ക് പേര് വെക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പേര് വെക്കണം നിർബന്ധമില്ല. നമുക്ക് പേരൊന്നും വേണ്ട. പാരന്റ്സ് എന്താണ് കുട്ടികളുടെ കാര്യത്തിൽ കെയർ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ആ ക്വസ്റ്റ്യൻസ് ആദ്യം പറയാം, എന്നിട്ട് എങ്ങനെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലേ, നമ്മളൊരു പ്രോജക്ട് റിപ്പോർട്ട് ഒക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ റിപ്പോർട്ട് എഴുതാനായിട്ട്. അപ്പൊ നമുക്കൊരു ഫ്രണ്ട് പേജ് വേണം അല്ലെ. എന്താണ് സർവേയുടെ ടോപ്പിക്കിനെ കുറിച്ച് ഒരു ഫ്രണ്ട് പേജ് വേണം. അവിടെ റൈറ്റ് സൈഡ് കോർണറിൽ നമ്മൾ എഴുതുമല്ലോ, സബ്മിറ്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പേര് എഴുതും. ഞാൻ ഇത് വേർഡ് ഡോക്യുമെന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാനും പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് തോന്നുവാണ് ഇതിലെ പല ക്വസ്റ്റ്യൻസും അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഇത് എഡിറ്റ് ചെയ്യാൻ പാകത്തിനായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. നമുക്ക് 4 ഓപ്ഷൻസ് ആണ്. യെസ്, നോ, സംടൈംസ്, നോട്ട് ഷുവർ. അറിയില്ലാത്ത കാര്യം ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്കറിയാം, ഈസ് ദ ചൈൽഡ് ഗിവൺ ഫുഡ് വിത്ത് ഇനഫ് പ്രോട്ടീൻ. ചിലര് പറയണ്ടായിരുന്നു കുട്ടികളോട് ചോദിക്കുമ്പോൾ പാരന്റ്സ് പറയുന്നതിന്റെ കോൺട്രഡിക്റ്റ് ആയിട്ട് മറുപടി കിട്ടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് ചിലപ്പോ ചിലരത് ട്രസ്റ്റ്, ആ ഒരു ഓണസ്റ്റ് ആയിട്ട് മറുപടി വരണം എന്ന് നിർബന്ധമില്ല. എന്നാലും ഡു കളക്ട്. പിന്നെ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടോ,
പിന്നെ പ്ലേയിങ് ടോയ്സ്, അതായത് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടോ? പിന്നെ നൈബേഴ്സ് ചിൽഡ്രന്റെ കൂടെ കളിക്കാനായിട്ട് പെർമിറ്റ് ചെയ്യാറുണ്ടോ? കുട്ടികളെ ഔട്ടിങ്ങിന് വിടാറുണ്ടോ? പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കുട്ടികൾ നല്ല രീതിയിലാണോ പെരുമാറുന്നത്? പിന്നെ അബ്യൂസീവ് വേർഡ്സ് വീട്ടിലും അതുപോലെ തന്നെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ കുട്ടികൾ യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ ഷെയറിംഗ് മെന്റാലിറ്റി ഉണ്ടോ? പിന്നെ ടീച്ചർ കുട്ടിയെ പറ്റി എന്താണ് ഒരു ഒപ്പീനിയൻ പറയുന്നത്, അത് നല്ലതാണോ എന്നുള്ള രീതിയിൽ. എല്ലാം ഓപ്പൺ ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ സിബ്ലിങ്സുമായിട്ട്, ഇപ്പം ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തിയൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ വഴക്കുണ്ടാക്കാറുണ്ടോ? പിന്നെ വീട്ടിലും പുറത്തും കുട്ടി ഹാപ്പി ആണോ? അതൊക്കെ പാരന്റ്സ് മിക്കവാറും എസ് ആയിരിക്കും പറയുന്നത്. പിന്നെ ടീച്ചർ ഒരു ട്രെയിൻഡ് വണ്ണാണോ? കുട്ടിയെ പഠിപ്പിക്കുന്ന ടീച്ചറിന് ശരിയായ രീതിയിലുള്ള ഒരു ട്രെയിനിങ് ഒക്കെ ഉള്ള ടീച്ചർ തന്നെയാണോ? ക്വാളിറ്റി ടീച്ചർ അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് കുറേ ക്വാളിഫിക്കേഷൻസ് ഉള്ള ആളല്ല. കുട്ടികളെ മാനേജ് ചെയ്യുന്ന രീതിയിൽ അവര് ആപ്റ്റ് ആണോ എന്നുള്ളത്. പിന്നെ റെസ്റ്റിനും എന്റർടൈൻമെന്റിനും വീട്ടില് കുട്ടിക്ക് സമയം കൊടുക്കാറുണ്ടോ? അത് എപ്പോഴും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുവാണോ എന്നുള്ളത്. പിന്നെ സ്കൂൾ അഡ്മിഷന് എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ടായിരുന്നോ? ചിലപ്പോൾ ഏജ് ചിലര് ഭയങ്കര കമ്പൽസറി ആയിട്ട് പറയും, അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ ഗാർഡിയൻസ് ഓർ പാരന്റ്സ്, സ്കൂളിൽ ചില ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ പാരന്റ്സ് ഇൻവോൾവ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ PTA മീറ്റിംഗ് അല്ലെങ്കിൽ സ്കൂൾ മീറ്റിംഗ്, ക്ലാസ് മീറ്റിംഗ്, അതിനൊക്കെ പാരന്റ്സ് പോകാറുണ്ടോ? ഓപ്പൺ ഹൗസ് അങ്ങനത്തെ എന്ത് തന്നെയായാലും. പിന്നെ ആനുവൽ ഡേ. പിന്നെ വൈൽ ടേക്കിംഗ് ഡിസിഷൻസ് ചൈൽഡ്സ് ഇൻട്രസ്റ്റ് ആൻഡ് ടേസ്റ്റ് ആർ കൺസിഡേർഡ്. എന്തെങ്കിലും കാര്യം തീരുമാനിക്കുമ്പോൾ കുട്ടിയുടെ താല്പര്യം കൂടെ കണക്കിലെടുക്കാറുണ്ടോ? പിന്നെ കുട്ടിയുടെ രീതികളെ കുറിച്ച് ടീച്ചർ നമ്മളോട് ഡിസ്കസ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടി ചെയ്യുന്ന നല്ല പ്രവൃത്തികളും കുട്ടിയുടെ നല്ല സ്വഭാവവും നമ്മൾ എൻകറേജ് ചെയ്യാറുണ്ടോ? അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് സ്കൂളിൽ എന്തെങ്കിലും എഡ്യൂക്കേഷണൽ എക്യുപ്മെന്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? പിന്നെ സ്കൂളിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടോ? പിന്നെ ക്രിയേറ്റീവ് ആക്ടിവിറ്റിക്ക് സ്കൂള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? കാരണം എപ്പോഴും പഠിപ്പിക്കൽ മാത്രമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? പിന്നെ ഒരു ഡെയിലി ഒരു ടൈം ടേബിൾ, ആ ഒരു കറക്റ്റ് ഒരു നല്ലൊരു റൊട്ടീൻ കുട്ടി ഫോളോ ചെയ്യാറുണ്ടോ? കുട്ടിയുടെ കൂടെ ഇരുന്ന് TV കാണാറുണ്ടോ? വീട്ടിലൊരു വടിയുണ്ടോ? പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് സ്കൂളിലുണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം എഴുതാം, കുട്ടികളുണ്ട് വീട്ടിലെങ്കിൽ. പിന്നെ ഹോം അസൈൻമെന്റ്സ്, അതായത് ഹോംവർക്ക് പോലുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ഹോം അസൈൻമെന്റ്സിന് നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? കുട്ടിയെ അടിക്കുകയോ അല്ലെങ്കിൽ ഫിസിക്കൽ പണിഷ്മെന്റ് കൊടുക്കാറുണ്ടോ? ഡു യു കമ്പയർ ദ ചൈൽഡ് വിത്ത് അതർ ചിൽഡ്രൻ? മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സ്, ചേട്ടൻ ചേച്ചി അനിയൻ അനിയത്തി അങ്ങനെ അറിയണമെങ്കിൽ അവരുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? ഇനി ഈ കമ്പാരിസൺ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാറുണ്ടോ? അതാണ് നെക്സ്റ്റ് വൺ. ഡു യു സ്പീക്ക് അബൌട്ട് ദ എബോവ് കമ്പാരിസൺ ഇൻ ഫ്രണ്ട് ഓഫ് ദി ചൈൽഡ്? പിന്നെ ടീച്ചറോ അല്ലെങ്കിൽ സ്കൂളിലുള്ള ആരെങ്കിലും കുട്ടിയെ ഫിസിക്കലി മെന്റലി പണിഷ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ടീച്ചറോട് പറയാറുണ്ടോ അങ്ങനെയുള്ള പണിഷ്മെന്റ് കുട്ടിക്ക് കൊടുക്കണം, നല്ല അടി കൊടുക്കണം എന്നൊക്കെ ചില പാരന്റ്സ് പറയാറില്ലേ ടീച്ചർമാരോട്? അങ്ങനെ പറയാറുണ്ടോ? പിന്നെ സ്റ്റഡി പർപ്പസിനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ നിങ്ങളുടെ മൊബൈല് കുട്ടിക്ക് കൊടുക്കാറുണ്ടോ? കുട്ടിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ? ലൈക്ക് മൊബൈൽ, ടാബ്ലറ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. വിൽ യു കൺസിഡർ ദ ചൈൽഡ്സ് ഒപ്പീനിയൻ, ടേസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് വൈൽ ടേക്കിംഗ് ഡിസിഷൻ അബൌട്ട് ഹിസ് ഓർ ഹെയർ ഫ്യൂച്ചർ? അത് വലിയ കുട്ടികളെ ഉദ്ദേശിച്ചാണ്. അതായത് ചില കുട്ടികൾക്ക് ചില കോഴ്സ് ചെയ്യാനായിരിക്കും ഇഷ്ടം. അങ്ങനെ അവരുടെ ഇൻട്രസ്റ്റും ടേസ്റ്റും ആ ഒരു ഒപ്പീനിയൻ ഒക്കെ എടുക്കാറുണ്ടോ വൈൽ ടേക്കിംഗ് ഡിസിഷൻസ്? അവരുടെ ഫ്യൂച്ചറിനെ പറ്റി, ഫ്യൂച്ചർ റിലേറ്റ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾ കുട്ടിയുടെ ഒരു താല്പര്യം പരിഗണിക്കാറുണ്ടോ, കൺസിഡർ ചെയ്യാറുണ്ടോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മളിത് എഴുതുമ്പോൾ ഇത്രയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണം തോന്നുവാണെങ്കിൽ അത് ആഡ് ചെയ്യാം. മിനിമം 5 പാരന്റ്സിന്റെങ്കിലും ഡേറ്റ കളക്ട് ചെയ്യണം. അപ്പൊ എഴുതുമ്പോൾ ഫസ്റ്റ് ഈ ഒരു രീതി ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കണം എന്നില്ല. എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് ഫ്രണ്ട് പേജ് കാണിച്ചു തരാം.
ഞാനൊരു ഫയലില് പേപ്പറിലാണ് ചെയ്തത്. ലൂസ് ഷീറ്റ് ആയത് കാരണം പേജ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് മാറി. നമുക്ക് 10 പേജ് ഇങ്ങനെ കൊടുക്കില്ലേ, കാണാമോ? സർവേ ആൻഡ് പ്രോജക്ട് മിനി റിസർച്ച്. താഴെ നമ്മൾ സബ്മിറ്റഡ് ബൈ നമ്മളുടെ പേര് എഴുതണം, ഇയർ അങ്ങനെയൊക്കെ എഴുതാം, എന്ത് കോഴ്സ് അതൊക്കെ എഴുതാം കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പേജ് കൊടുക്കുക. ഫ്രണ്ട് പേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജില് നമ്മൾ എന്ത് കാര്യത്തിനും നമ്മൾ കണ്ടിട്ടില്ലേ, ഒരു ബുക്കൊക്കെ ആകുമ്പോൾ ഒരു പ്രിഫൈസ് ഉണ്ടാവും അല്ലെ, ആമുഖം എന്ന് പറയുന്നത്. ഒരു പ്രിഫൈസ് കൊടുക്കുക. പ്രിഫൈസിൽ നിങ്ങൾ എഴുതേണ്ടത്, ഞാൻ എഴുതിയ കാര്യം പറയാം, പേജ് അങ്ങോട്ട് കൂടെ മാറിപ്പോയി. എന്താണ്, അതായത് ഈ ഒരു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്യാനുള്ള കാരണം, അതായത് ബുക്ക് എഴുതുന്നവരെന്താ ആമുഖമായിട്ട് എഴുതിയത്, അവർ ഈ ബുക്ക് എഴുതാനുണ്ടായ ഒരു സാഹചര്യം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതില്ലേ. അപ്പൊ ഞാൻ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചു തരാം ഒരു ഐഡിയ കിട്ടാനായിട്ട്. ആസ് ടൈം പാസസ് ദ മെത്തേഡ് ഫോർ അഡാപ്റ്റിംഗ് ചൈൽഡ് കെയർ ഇൻ ഹോം ഇസ് ഡിഫറെന്റ്. In earlier, the method was different compared to nowadays. It is different according to each person's also. In this survey, different aspects and different views can be seen. Within certain limitation, the child could enjoy his or her freedom. ഇത്രയുമാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് മോണ്ടിസോറി മെത്തേഡ് അങ്ങനെയാണ്, കുട്ടിക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം, ആ ഫ്രീഡം അവൻ എൻജോയ് ചെയ്യണം. ആ ഫ്രീഡം എങ്ങനെയായിരിക്കണം, വിത്തിൻ ലിമിറ്റ്സ് ആയിരിക്കണം. നമ്മൾ പട്ടം പറത്തുന്ന പോലെ അല്ലെ, പട്ടം ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷെ അതിന്റെ കൺട്രോൾ എവിടെയാ, നമ്മളുടെ കയ്യിലാണ്. നമ്മളെ തീരുമാനിക്കും എത്രത്തോളം അതിനെ റിലീസ് ചെയ്യണം എന്നുള്ളത് അല്ലെ. അതുപോലെ തന്നെയാണ് കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യാം, ബട്ട് വിത്തിൻ ദ ലിമിറ്റേഷൻസ്. അവരാ എൻജോയ് ചെയ്യുന്ന ഫ്രീഡം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളുടെ ഒരു കൺട്രോളിലാണ്. അവരുടെ ചുറ്റും ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിന് എത്രത്തോളം വലുപ്പം കൂട്ടാം കുറയ്ക്കാം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് പാരന്റ്സ് തന്നെയാണ്, ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ്. പക്ഷെ അവർക്ക് ഫീൽ ചെയ്യരുത് അവരെ കൺട്രോൾ ചെയ്യുകയാണെന്നുള്ളത്. അവര് ആ ഫ്രീഡം എൻജോയ് ചെയ്യണം വിത്തിൻ ദ ലിമിറ്റ്സ് ആണ് മറിയം മോണ്ടിസോറി പറയുന്നത്. കുട്ടികൾക്ക് ഫ്രീഡം പ്രൊവൈഡ് ചെയ്യണം വിത്തിൻ ദ ലിമിറ്റ്സ് എന്നുള്ളത്. ആ ഒരു കൺസെപ്റ്റിലാണ് ഞാൻ പ്രിഫൈസ് എഴുതിയത്. അതായത് അതിന്റെ ഒരു കൺസെപ്റ്റ് അതേ ഉള്ളൂ, തീം ഇത്രയാണ്. പല വർഷങ്ങൾ കഴിയുന്തോറും, ഓരോ ജനറേഷൻ കഴിയുന്തോറും കുട്ടികളെ വളർത്തുന്ന രീതി വീടുകളിൽ ഡിഫറെന്റ് ആണ് അല്ലെ. ഈവൻ സ്കൂളുകളിലും വ്യത്യാസമാണ്. പണ്ട് കാലത്ത് പോലെയല്ല ഇപ്പോഴത്തെ. പിന്നെ ഓരോ വ്യക്തിക്ക് അനുസരിച്ച് മാറും കേട്ടോ. ചിലര് വളരെ പോസിറ്റീവ് ആയിട്ടായിരിക്കും ചില പാരന്റ്സ്, ചിലര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഉള്ളവരുണ്ടാവും, ചിലരൊരു മോഡറേറ്റ് രീതിയിലുണ്ടാവും. അപ്പോ ഇതിലപ്പോ നമുക്ക് പല പാരന്റ്സിന്റെയും ഡേറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആസ്പെക്ട്സ്, ഡിഫറെന്റ് വ്യൂസ് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്ത് തന്നെയായാലും സെർട്ടൺ ലിമിറ്റേഷൻസിൽ കുട്ടികൾക്ക് അവരുടെ ഫ്രീഡം എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. ഇതാണ് സെക്കൻഡ് പേജ് വരുന്നത്. ഫസ്റ്റ് പേജ് അപ്പൊ ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് പേജ് പ്രിഫൈസ്. ഓക്കെ, തേർഡ് പേജ് വന്നിട്ട് നമ്മൾ ഇൻഡെക്സ് എഴുതില്ലേ, കണ്ടന്റ്സ് പറഞ്ഞിട്ട് ഇൻഡെക്സ് എഴുതില്ലേ, ഇങ്ങനെ 1 2 3 ഇട്ടിട്ട് ഉള്ളടക്കുന്നില്ലല്ലോ മീൻ. ആ, അതായത് അടുത്ത പേജുകളിലെല്ലാം ഇനി എന്താണ് വരണ്ടേ എന്നുള്ളത്, അതാണ് തേർഡ് പേജിൽ ഇൻഡെക്സ് പോലെ. ഇൻഡെക്സ് പേജിൽ നിങ്ങൾക്ക് ഫസ്റ്റ് നെക്സ്റ്റ് പേജിൽ എന്താ വരാൻ പോകുന്നത് എന്നുള്ളത് എഴുതാം. ഫസ്റ്റ് വൺ ആയിട്ട് നമുക്ക് എയിം ഓഫ് ദ പ്രോജക്റ്റ് കൊടുക്കാം. എന്താണ് ഈ നമ്മൾ ഈ ചെയ്ത പ്രോജക്റ്റിന്റെ എയിം എന്ന് വരുന്നത്? എയിം നമുക്ക് എന്താ എഴുതാം? എയിം ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ അല്ലേ. ഞാൻ എഴുതിയത് വായിക്കാം. പോയോ? Aim of the project. The aim of the project is to find out the different child care method in different levels of the social life of the human being.
ഓക്കെ, അതാണ് നമ്മുടെ പ്രോജക്റ്റിന്റെ എയിം അല്ലെ. പല സോഷ്യൽ ലെവൽസിൽ ജീവിക്കുന്ന ആളുകളുടെ കുട്ടികളെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, അതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഇപ്പൊ കണ്ടൻസിന്റെ അടുത്ത പേജിൽ, അതായത് അതിന്റെ ഒന്നാമതായിട്ട് വന്നത് എയിം ഓഫ് ദ പ്രോജക്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് മെത്തേഡ്. ഓക്കെ, ഈ പ്രോജക്റ്റ് ചെയ്യാൻ നമ്മൾ എന്ത് മെത്തേഡാണ് ഓപ്റ്റ് ചെയ്ത് ഒന്ന് എഴുതി വെച്ചോളൂ. കാരണം ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലല്ല. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഫ്രണ്ട് ഷീറ്റ്, സെക്കൻഡ് പേജ് പ്രിഫൈൽസ്, തേർഡ് പേജ് കണ്ടന്റ്സ് അല്ലെങ്കിൽ ഇൻഡെക്സ്, അതില് നെക്സ്റ്റ് എഴുതാൻ പോകുന്ന എന്താണോ അതിനനുസരിച്ച് 1, 2, 3 എഴുതണം. ഒന്നാമതായിട്ട് നമ്മൾ എയിം ഓഫ് ദ പ്രോജക്റ്റ് ആയിരുന്നു, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റ്, അതിനെപ്പറ്റി ഒരു സെന്റൻസ് ആയാലും ഇനഫ്, വേണമെങ്കിൽ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. ഇനി മെത്തേഡ്, എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ ഒരു ഡേറ്റ കളക്ഷൻ അല്ലെ, സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ കളക്ഷൻ ആണല്ലോ. നമ്മൾ എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ പറഞ്ഞില്ലേ, സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിനെയർ ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് കൊടുക്കാം, ഇന്റർവ്യൂ പോലെ ചെയ്യാം, അങ്ങനെയുള്ള ഡേറ്റ കളക്ഷൻ ആണ് സർവേ എന്ന് പറയുന്നത്. എന്ത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ളതാണ് നെക്സ്റ്റ്. ഞാൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫോർ ഡൂയിങ് ദിസ് സർവേ ഐ ഹാഡ് വിസിറ്റഡ് 3 homes in my neighborhood. I visited 2 of my friends' houses also, so that I could collect more data and informations from there. Thus got a chance to study about the subject more deep. നമ്മളിട്ട് കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. നീ ചിലത് ചിലപ്പോൾ മെത്തേഡ് ത്രൂ ഓൺലൈൻ ആയിരിക്കും. അപ്പൊ അത് എങ്ങനെയാണോ നിങ്ങൾ നേരിട്ട് പോയി എടുക്കുവാണോ, ഫോണിലൂടെയാണോ, വാട്സാപ്പിലൂടെ അയച്ചു കൊടുത്തു, ആ രീതിയിൽ എന്ത് മെത്തേഡാണോ ഉപയോഗിക്കുന്നത് അതാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, അപ്പൊ എയിം കഴിഞ്ഞു, മെത്തേഡ് കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ ഡേറ്റ കിട്ടി. ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ, ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു പേജില്ലേ താഴെ 35 ക്വസ്റ്റ്യൻ അങ്ങനെയുള്ള ക്വസ്റ്റ്യനെയർ. അപ്പൊ ഓരോരുത്തരും അതിനകത്ത് പാരന്റ്സിന്റെ പേരൊക്കെ ഉണ്ട്. അതിപ്പോ താല്പര്യം ഇല്ലെങ്കിൽ XY ABCD എന്തെങ്കിലും ഇട്ടാൽ മതി, നമുക്ക് പേരിൽ കാര്യമില്ല ആ ഒരു കാര്യത്തില്. നെക്സ്റ്റ് എന്താ, ഡേറ്റ കളക്ഷൻ അല്ലെ. നമ്മൾ ആ കളക്ട് ചെയ്ത ആ പേജസ് ആയിരിക്കണം നെക്സ്റ്റ് വെക്കേണ്ടത്. എയിം കഴിഞ്ഞു, പിന്നെ മെത്തേഡ് കഴിഞ്ഞു, ഡേറ്റ കളക്ഷൻ. ആ ഒരു കളക്ട് ചെയ്ത ഡേറ്റ ആ ഷീറ്റ്സ് വെക്കണം. ഇനി നമ്മൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അതിനെ അനലൈസ് ചെയ്യൂലേ. ആ പാരന്റ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കി, ആ ഡേറ്റയിൽ നിന്ന് നോക്കി നമ്മൾ അതിനൊരു അനാലിസിസ് നടത്തും. എന്നിട്ട് അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എഴുതും. അപ്പൊ നെക്സ്റ്റ് എഴുതുന്നത് അനാലിസിസ്. ഇൻ ദിസ് സർവേ, ഞാൻ അനാലിസിസ് 5 പാരന്റ്സിന്റെയാണ് ഞാൻ എടുത്തത്. ഞാനൊരു പെർസെന്റേജ് നിരക്കില്, നമ്മൾ സാധാരണ സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുമ്പോൾ പെർസെന്റേജിൽ പറയുമല്ലോ. ഇപ്പൊ 20 കുട്ടികളുടെ മാത്സിൽ കിട്ടിയ മാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് നടക്കുമ്പോൾ ഇത്ര പെർസെന്റേജിൽ, ഇത്ര പെർസെന്റേജിലെ കുട്ടികൾക്ക് ഇത്ര മാർക്ക് കിട്ടി, ആ രീതിയിൽ പറയില്ല. അതുപോലെ തന്നെ ഇൻ ദിസ് സർവേ വൺ തിങ് ഷുഡ് നോട്ടീസ് ദാറ്റ് 90% of the parents are willing to support child's needs and desire, but 10% of parents are not ready to accept that. They are telling like, if it is given to child's life and if we are giving importance to child's life, then and give them that freedom, then his future may be spoiled. അങ്ങനെ പറഞ്ഞ പാരന്റ്സ് ആയിരുന്നു. അവരുടെ ഇഷ്ടത്തിന് വിടുവാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ആയി പോകും. Some are expressing their feelings that they had some experiences in their childhood. അതായത് അവരെ അവരുടെ പാരന്റ്സ് അടിച്ച് അങ്ങനെയാണ് വളർത്തിയത്, അതുകൊണ്ട് അവരും അവരുടെ മക്കളെ ആ രീതിയിൽ വളർത്തും. ഞങ്ങൾ നല്ല ഇതായി, ഞങ്ങള് മോശമായ കാര്യങ്ങളിലേക്ക് അത് കാരണം പോയില്ല, അതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ കുട്ടികളെ അതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് പണിഷ്മെന്റ് ഒക്കെ കൊടുത്ത് വളർത്തും. അങ്ങനെ പറഞ്ഞ പാരന്റ്സും ഉണ്ട്. അതൊരു 10% ആണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ എല്ലാം കുട്ടികളുടെ ഇഷ്ടത്തിന് വിട്ട കുട്ടികളെല്ലാം നാശമായി പോകും, അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന ഒരു രീതിക്ക് തന്നെ കുട്ടികളെ വിടണം, അങ്ങനെ പറഞ്ഞ പാരന്റ്സും ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ ഒരു ഇമ്പാക്ട് ഒരു വൈവേയില് ആകെ ഒരു കുട്ടി മാത്രമേ അങ്ങനെ പറഞ്ഞുള്ളൂ. മിസ് എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, കുട്ടികളെ അടിച്ചു തന്നെ വളർത്തണം എന്നോട് പറഞ്ഞ ഒരു ഞാൻ റെസ്പെക്ട് അവർ ഫീലിങ്സ് പറഞ്ഞത്. എന്നെയും എന്റെ പാരന്റ്സ്
ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് എന്നെ എപ്പോഴും പണിഷ്മെന്റ് ഒക്കെ തന്നാണ് വളർത്തിയത്. അപ്പൊ ഞാനും എന്റെ മക്കളെ അങ്ങനെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ മടിച്ച് വളർത്തും എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ടോ. ആ ഒരു അനാലിസിസ് അങ്ങനെ ഇതാണ്. അങ്ങനെ പറഞ്ഞ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അനാലിസിസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട് ഷീറ്റ് വെച്ചു, സെക്കൻഡ് വൺ നമ്മൾ പ്രിഫേഴ്സ് വെച്ചു, അതിനുശേഷം ഇൻഡെക്സ് പേജ് വെച്ചു, കണ്ടന്റ്സ് ഇൻഡെക്സ് പേജിൽ 1, 2, 3 എന്നും പറഞ്ഞ് അടുത്ത് എന്താന്നുള്ളത് വെച്ചു. അതിൽ ഫസ്റ്റ് വൺ എയിം ഓഫ് ദ പ്രോജക്ട്, സെക്കൻഡ് വൺ മെത്തേഡ്, നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിച്ചാണ് കളക്ട് ചെയ്തത്. നെക്സ്റ്റ് ഡേറ്റ കളക്ഷൻ, നമ്മൾ കളക്ട് ചെയ്ത ഷീറ്റ്സ് വെക്കണം. കളക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യുന്നത്? അനാലിസിസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ അടുത്തത് ഒപ്പീനിയൻ. നമ്മൾ ചിലപ്പോൾ ഒരു പാരന്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു ടീച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ ടീച്ചർ ആകാൻ പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ആസ് എ പേഴ്സൺ എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ ചുറ്റും മാരീഡ് അല്ല, കുട്ടികളില്ല, അങ്ങനത്തെ കേസസ് ഒക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ചുറ്റും കുട്ടികൾ വളർന്നതുണ്ടാവും, നമ്മളുടെ കുട്ടിക്കാലം ഉണ്ടാവും. അപ്പൊ നമുക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ടാവുമല്ലോ ഈ ഒരു കാര്യത്തെ കുറിച്ച്, ചൈൽഡ് കെയറിനെ കുറിച്ച്. ഒപ്പീനിയനിൽ അതാണ് എഴുതുന്നത്, നമ്മുടെ സ്വന്തം അഭിപ്രായം. അത് ഞാൻ എഴുതിയത് വായിക്കാം. Freedom is the birthright of the human being, so each and every child should give the freedom, but within some limitations. Parents should be there always for supporting, encouraging and guiding them, so that the environment should be comfortable for the kids. ഇത്രയും ഞാൻ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ വലിയ കുറേ എഴുതണമെന്നൊന്നുമില്ല, ആവശ്യത്തിനുള്ള പോയിന്റ്സ് ആയിട്ട് ഞാൻ കുറച്ച് പാരഗ്രാഫ് എഴുതിയിട്ടുള്ളൂ. ഓൾമോസ്റ്റ് അതിൽ അത്യാവശ്യം വേണ്ടുന്ന പോയിന്റ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ അത് എഴുതി. അതായിരുന്നു ഒപ്പീനിയൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. അതാണ് നെക്സ്റ്റ് വരുന്നത്. പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ. നമുക്ക് ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ഇന്റർവെൻഷൻ നടത്തേണ്ടതായിട്ട് തോന്നുവാണെങ്കിൽ, അവിടെ കുട്ടികളെ അവർ ഹാർഷായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധയില്ല, അങ്ങനെ നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് അവർക്ക് കുറച്ച് അവയർനെസ് കൊടുക്കണം. അല്ലെങ്കിൽ ചില പാരന്റ്സ് ചോദിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ മൊബൈലിന്റെ യൂസ് ഭയങ്കര കൂടുതലാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല ഇവരെ കൺട്രോൾ ചെയ്യാൻ, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സപ്പോർട്ട് അവിടെ വേണ്ട ഒരു സ്ഥലമാണെങ്കിൽ അവിടെ എന്ത് പ്രോഗ്രസീവ് വർക്ക്സ് നിങ്ങൾ ചെയ്യും? അതാണ് നെക്സ്റ്റ് പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ളതിൽ വരുന്നത്. Some parents are thinking in very practical way. ഞാൻ എഴുതിയ കാര്യമാണ്. They are providing good support and guidance. Some of them are moving in a systematic theoretical way. They are leading the kids without seeking their interest. So some awareness making and progressive works to be done. അങ്ങനെയുള്ളിടത്ത് കുറച്ച് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അത്രയുള്ളൂ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെഫറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ റെഫറൻസ് അനക്സ് എന്നുള്ള ഒരു പേജ് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ളതിൽ എൻഡ് ചെയ്യിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു കൺക്ലൂഷൻ എഴുതിക്കോളൂ, അത് എഴുതാം. അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ എന്നുള്ള ടൈറ്റിലിന് പകരം കൺക്ലൂഷൻ എഴുതിയിട്ട് എൻഡ് ചെയ്താലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും വേണ്ടത് ഫ്രണ്ട് ഷീറ്റ്, പ്രിഫൈസ്, പിന്നെ ഇൻഡെക്സ് പേജിൽ 1, 2, 3 അടുത്ത പേജുകളിൽ എന്താ വരണമെന്ന് എഴുതണം. അതിൽ എന്തായാലും ആദ്യം വേണ്ടത് എയിം ഓഫ് ദ പ്രോജക്ട്, സെക്കൻഡ് വൺ നിങ്ങൾ ഓപ്റ്റ് ചെയ്ത മെത്തേഡ്, ഡേറ്റ കളക്ഷൻ ചെയ്ത മെത്തേഡ്, അത് കഴിഞ്ഞിട്ട് ഡേറ്റ കളക്ട് ചെയ്തതിനെ വച്ച് വെക്കുക പേജസ്, പിന്നെ അനാലിസിസ്, കളക്ട് ചെയ്ത ഡേറ്റയെ അനലൈസ് ചെയ്തിട്ട് ഒരു റിപ്പോർട്ട് എഴുതുക, അത് കഴിഞ്ഞ് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ അത് എഴുതുക, ലാസ്റ്റ് കൺക്ലൂഷൻ ആക്കാം, അല്ലെങ്കിൽ പ്രോഗ്രസീവ് വർക്ക്സ് ടു ബി ഡൺ ആക്കാം. കൺക്ലൂഷൻ ആയിരിക്കും എല്ലാവർക്കും കോമൺ ആയിട്ട് മനസ്സിലായിട്ടുള്ളത്. കൺക്ലൂഷൻ എഴുതി നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. എന്തെങ്കിലും പിക്ചേഴ്സ് ലൈക്ക് കുട്ടികളുടെ റിലേറ്റഡ്, അവരുടെ ഒറിജിനൽ പിക്ചേഴ്സ് ഒന്നും തന്നെ കേട്ടോ പാരന്റ്സിന് ചോദിക്കരുത്. കുട്ടികളുടെ ഓരോ ഏജിലെ ഒരു 3 to 6 ഇയേഴ്സിലെ കുട്ടികളുടെ ആക്ടിവിറ്റീസിന്റെ വല്ല എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള പിക്ചേഴ്സ് കിട്ടുവാണെങ്കിൽ അത് എഴുതാം. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കോഡ്സ് എഴുതി വെക്കാം, കുട്ടികൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ്സ് എഴുതി വെക്കാം. ഇത് ഓക്കെ അല്ലേ? സർവേ മനസ്സിലായില്ലേ? ചെയ്തോളൂ കേട്ടോ. കാരണം ഈ വൈവയ്ക്ക് വരുമ്പോഴേ എല്ലാരും അത് ചെയ്തില്ല, അത് ചെയ്തില്ല, ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഏത് കാലഘട്ടത്തിലും വളരെ ഈ ഡാറ്റ കളക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ പ്രിന്റ് ഔട്ട് എടുത്ത് അതിൽ എഴുതിയിട്ട് അത് അവിടെ വെച്ചാൽ മതിയോ? അത് തനിയെ എഴുതി വെക്കണം?
അത് 35 ക്വസ്റ്റ്യൻ കോളം വരച്ച് എഴുതാൻ പറ്റുമോ? 35 എത്രയാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല. ഒരെണ്ണം പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ബാക്കി അതിന്റെ ഫോട്ടോ കോപ്പി എടുത്താലും മതിയല്ലോ. ഓക്കെ. ഇതെല്ലാം നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ, നോ പ്രോബ്ലം. മാം ഇത് സെപ്പറേറ്റ് ഒരു ഫയലായിട്ട് കീപ്പ് ചെയ്യാനാണോ അതോ നോർമൽ നമ്മളെ പിന്നെ ഇതൊരു നോട്ട്ബുക്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആ നോട്ട്ബുക്ക് അതിന് മാത്രം വെക്കണം എന്നേ ഉള്ളൂ. ഒരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് അങ്ങനെയും എഴുതാം. അപ്പൊ അങ്ങനെയാകുമ്പോൾ ആ പ്രിന്റ് ഔട്ട്സ്, ആ ഒരു ഡേറ്റ കളക്ഷൻ മാത്രം പിൻ ചെയ്ത് വെക്കേണ്ടി വരും നോട്ട്ബുക്ക് ആവുമ്പോൾ. ഞാൻ ചെയ്തേക്കണ പോലെ ഫോർഷീറ്റ് ഞാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്നിട്ട് നല്ലപോലെ സെക്യൂർ ചെയ്ത് വെക്കണം. കാരണം ഇത് നല്ല ഫയൽ ചെയ്ത് വെക്കുവാണെങ്കിൽ നന്നായിരിക്കും. ചില കുട്ടികള് സ്പൈറൽ ബൈൻഡിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ലത് മാം, എന്തോ നോട്ട്ബുക്ക് അല്ല ഒന്നും കൂടി നല്ലത്. അതെ അതെ, നോട്ട്ബുക്ക് ആകുമ്പോൾ കുറെ പേജസ് ഒന്നും നമുക്കിതിന് വേണ്ട. പിന്നെ നോട്ട്ബുക്ക് ആകുമ്പോൾ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്ത് വെക്കാം. മറ്റേത് പേപ്പറിൽ ആഡ് ചെയ്ത് വെക്കാനായിട്ട് വെച്ചു. കാരണം സർവേ സ്റ്റോപ്പ് ചെയ്യാത്ത കുറെ കുട്ടികളുണ്ട്, വീണ്ടും വീണ്ടും ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ കുട്ടികളെ കാണുമ്പോൾ. അങ്ങനെ ഒരു 50 പേരുടെ ഒക്കെ കളക്ട് ചെയ്ത കുട്ടികളുണ്ട്. ഞാൻ ഇനിയും നിർത്തുന്നില്ല, ഇനിയും ഞാനിത് ചെയ്യും. കാരണം കുട്ടികളെ മനസ്സിലാക്കാനും പാരന്റ്സിന്റെ രീതി മനസ്സിലാക്കാനും നല്ലതാണെന്ന് പറഞ്ഞിട്ട്. ഏതൊരു കാലത്തും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമ്മളുടെ മാർക്ക് ലിസ്റ്റിൽ റിപ്പോർട്ട് എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാം ഞങ്ങൾ ചെയ്ത സർവേ ആണിതെന്ന്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ അതൊക്കെ ഒരു ഇംപ്രസീവ് ആണ് കേട്ടോ. പിന്നെ വൈവയില് സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ 100ൽ 50 മാർക്സ് കിട്ടും. അസൈൻമെന്റ്സ് ആൻഡ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടാണ്. അസൈൻമെന്റ് എത്ര അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ 50 മാർക്ക്, സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 മാർക്സ്. അങ്ങനെയാണ് വൈവയില് പ്രാക്ടിക്കൽ സെഷന്റെ നിങ്ങളുടെ മാർക്ക് പോകുന്നത്. സർവേ ചെയ്യാതിരിക്കരുത്, അത് നല്ലത് തന്നെയാണ്. നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ചിലപ്പോ വളരെ വിഷമിച്ചിരിക്കുന്ന പാരന്റ്സ് ഉണ്ടായിരിക്കും. ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും എവിടെ നിന്നാ ഒരു ഇൻഫർമേഷൻ കിട്ടുക, കാര്യങ്ങൾ കുട്ടികളുടെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം. നമ്മുടെ ഒരു ബാച്ചിൽ അങ്ങനെ ഉണ്ടായിരുന്നു. വീട്ടിലുള്ള ആള് കാരണം, അത് ടീനേജ് ആയ കുട്ടി കേട്ടോ, 13 വയസ്സോ മറ്റുള്ള ഒരു പെൺകുട്ടിയെ വീട്ടിലുള്ള ഒരു ആള് തന്നെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുട്ടിയുടെ അമ്മ പേടിച്ചിട്ട് പുറത്ത് പറയണ്ടായില്ലായിരുന്നു. അങ്ങനെ ഈ കുട്ടി അത് കഴിഞ്ഞപ്പോ ഈ കുട്ടിയുടെ ആ ഒരു ഫീലിങ്സ് അങ്ങ് ട്രിഗറായി, ഒരു വാശി പോലെയോ എന്തോ ട്രിഗറായി. ആ കുട്ടി പിന്നെ ഭയങ്കരമായിട്ട് ബോയ്സുമായിട്ട് മിങ്കിളാവാൻ തുടങ്ങി. ബോയ്സ് അത് മിസ്യൂസ് ചെയ്തു. അവര് ആവശ്യമില്ലാത്ത ബുക്സും വീഡിയോസും കുട്ടിക്ക് ഷെയർ ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അമ്മ അതിനെ ഭയങ്കരമായിട്ട് അടിക്കുകയും പണിഷ്മെന്റ് ഒക്കെ കൊടുത്തു. കുട്ടിക്ക് ഒരു കോഴ്സിലും ഇല്ലായിരുന്നു. അവൾക്ക് വീട്ടിലിങ്ങനെ ഒരു അബ്യൂസിങ് നേരിടുന്നു. അത് കാരണം അതിന്റെയൊക്കെ ആകെ കൂടെ അതിന്റെ ഇമോഷണൽ ബാലൻസ് തെറ്റി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആ ഒരു വീട്ടിലേക്ക് നമ്മുടെ ഒരു ട്രെയിനി സർവേക്ക് ചെല്ലുന്നത്. അപ്പോ ആരോടെങ്കിലും പറയണമല്ലോ, വീട്ടിലുള്ളവരോട് പറയാൻ പേടി. അങ്ങനെ ഇവരോട് എല്ലാം ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ശരിക്കും ആ അമ്മയ്ക്ക് ആശ്വാസമായി. പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മുടെ ട്രെയിനി അവിടെ കൊണ്ട് നിർത്തിയില്ല. അവർക്ക് ഈ ട്രെയിനിക്ക് പേഴ്സണലി അറിയാവുന്ന നല്ലൊരു കൗൺസിലറുമായിട്ട് കണക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അമ്മ ഈ കുട്ടിയെ ആ കൗൺസിലർ അടുത്ത് കൊണ്ടുപോയി. കൗൺസിലർ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കുട്ടിക്ക് സെഷൻസ് കൊടുത്തു. നല്ല രീതിയിൽ കുട്ടിക്ക് മാറ്റം വന്നു. കറക്റ്റ് ടൈമിൽ തന്നെ ഇന്റർവെൻഷൻ നടന്നു. ആ സർവേയുടെ കാര്യം എന്നോട് പറയുമ്പോൾ അത് പറയാ, കോഴ്സിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കാം എന്നുള്ള രീതിയിലാണ് സർവേ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ അതുകൊണ്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ടായിരുന്നു എന്ന് എന്നോട് വൈവ ടൈമിൽ ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ നമുക്കറിയില്ല നമ്മുടെ ചുറ്റും എന്താ നടക്കുന്നതെന്ന് കുഞ്ഞുങ്ങളിൽ. ഓക്കെ, അമ്മയും മോളും നല്ല ഹാപ്പിയാണ്. ആ കുട്ടി നോർമൽ ലൈഫിലേക്ക് വന്നു. ഓക്കെ ഫൈൻ. സോ സർവേയുടെ കാര്യം ഇതായിരുന്നു. പിന്നെ ഒരു അസൈൻമെന്റും കൂടെ ഞാൻ പറഞ്ഞു അല്ലേ. ഒരു ഡൗട്ട്, ഈ 3 to 6 years കുട്ടികളെ മാത്രം എടുക്കണം എന്നില്ലല്ലോ? അങ്ങനെയില്ല, അഡോൾസൻ ഗ്രൂപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാലും നല്ലതാണ്. നമുക്കിപ്പോ ആ ഒരു ഏജിൽ തന്നെ കിട്ടിയില്ലെങ്കിൽ അഡോൾസൻ ഗ്രൂപ്പിന്റെ കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ഒരു ഇന്റർവെൻഷൻ നടന്നത്. അതെ ചോദിച്ചത്. എടുക്കാം. ഓക്കെ,
സോ നമുക്കിനി ഞാനൊരു 10 ക്വസ്റ്റ്യൻ മാത്രമായിട്ട് വരുന്നൊരു അസൈൻമെന്റ് കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് പറയട്ടെ. ഇത് ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ഓക്കെ ഓക്കെ മാം. ക്ലിയർ ആയി. നമുക്ക് ഡിപ്ലോമ കുട്ടികളും ഉണ്ട്, PG കുട്ടികളും ഉണ്ട് അല്ലേ? PG 2 സബ്ജക്ട് എക്സ്ട്രാ പഠിക്കുന്നു, അതായത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് ഒരു സബ്ജക്ട്. പിന്നെ ഉള്ളത് പാർട്ട്ണർഷിപ്പ്, അതായത് ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ സൊസൈറ്റി കമ്മ്യൂണിറ്റി ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്, പാരന്റ്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, കുട്ടികളുമായിട്ട്, അങ്ങനെ തമ്മിലുള്ള ആ പാർട്ട്ണർഷിപ്പ് എങ്ങനെയായിരിക്കണം, അതാണ്. അപ്പൊ ഞാൻ ഈ ഒരു അസൈൻമെന്റ് കൊടുക്കുന്നത് ശരിക്കും PG-ക്കാർക്കുള്ള ഒരു അസൈൻമെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. പക്ഷെ ഡിപ്ലോമക്കാർക്കും അത് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ അസൈൻമെന്റ് കൊടുക്കുന്നത്. അസൈൻമെന്റില് ഞാൻ ഇതുപോലൊരു ചെറിയ ബുക്കിലാട്ടോ, 10 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ചെറിയ 180 പേജസോ 100 പേജസോ എന്തോ വരുന്ന ഈ ഒരു വരുന്നൊരു വലിയ കോളേജ് നോട്ട്ബുക്ക് വേണ്ട. ഇതിന്റെ സൈസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന കോളേജ് നോട്ട്ബുക്കും കൂടെ ചേർത്ത് ഞാൻ വെച്ച് തരാം. കണ്ടോ? ഇതിൽ ഏകദേശം ഒരു 1/3 ആണ്, 1/3 കുറവുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബുക്ക് വാങ്ങിച്ചാൽ മതി. ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഓരോന്നൊക്കെ 10 ക്വസ്റ്റ്യൻ കാണും, 10 എണ്ണം ഒരുമിച്ച് എഴുതണം കേട്ടോ. അപ്പൊ അതൊരു നോട്ട്ബുക്ക് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇതും കുറെ പേര് സ്കിപ്പ് ചെയ്തായിരുന്നു, വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്നും പറഞ്ഞിട്ടേ. വൈകുന്ന സമയത്ത് വരുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും, അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോ പാർട്ട് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെറിയ ഡേറ്റാസേ ഉള്ളൂ. പക്ഷെ ഈ ഒരു അസൈൻമെന്റ് എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ പാർട്ട് 4 കുറച്ചുകൂടെ വൈഡ് ആയിട്ട് മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് മിനിമം 3 ബുക്സ് വായിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റീഡ് മിനിമം 3 ബുക്സ് റിലേറ്റിംഗ് വിത്ത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് സ്കൂൾ മാനേജ്മെന്റ് ആൻഡ് റൈറ്റ് യുവർ വ്യൂസ് അബൌട്ട് ദോസ് ബുക്സ്. ഇത് നമ്മൾ ബുക്ക് വാങ്ങിച്ച് വായിക്കൊന്നും വേണ്ട, നമ്മൾ ആ ടോപ്പിക് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും ആ ടോപ്പിക്കിൽ ബുക്സ് എഴുതിയ ഓതേഴ്സിനെ പറ്റി കിട്ടും. അപ്പോ അതില് ആ ബുക്കിനെ കുറിച്ച് ചെറിയൊരു ബ്രീഫിംഗ് ഉണ്ടായിരിക്കും, അത് നോക്കുക. അത് സെർച്ച് ചെയ്തിട്ട് ആ ബുക്ക് സെർച്ച് ചെയ്യുക, ആ ബുക്കിന്റെ ടൈറ്റിൽ കിട്ടും. ബുക്ക് സെർച്ച് ചെയ്തതിന് ശേഷം ആ ബുക്ക് വായിച്ച ആളുകളുടെ റിവ്യൂസ് താഴെ ഉണ്ടാവും കമന്റ് ആയിട്ട്. അപ്പൊ അവർ ആ ബുക്കിനെ പറ്റി ഉള്ള അഭിപ്രായം അവർ എഴുതിയിട്ടുണ്ടാവും, അത് കളക്ട് ചെയ്യുക. പിന്നെ അത് കൂടാതെ ആമസോൺ പോലുള്ള ബുക്ക് ഓൺലൈനായിട്ട് സെല് ചെയ്യുന്നുണ്ടല്ലോ, അവര് ഒരു ബുക്ക് വാങ്ങുന്നതിന് മുമ്പ് ആ ബുക്കിന്റെ ഒരു ബ്രീഫിംഗ്, ബുക്കിനെ കുറിച്ച് വായിക്കാനായിട്ട് കുറച്ച് പേജ് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടാവും. അതൊക്കെ വായിച്ച് നിങ്ങൾ ഒരു 1.5 പേജ് എഴുതിയാലും മതി, 2 പാരഗ്രാഫ്സോ 1 പാരഗ്രാഫോ, ദാറ്റ്സ് അപ് ടു യു. ഞാൻ ആദ്യം സെർച്ച് ചെയ്തത് ഇപ്പൊ കിട്ടിയത് സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ആയിരുന്നു, ടൈറ്റിൽ അതാണ്. അതിന്റെ ഓതർ കുൽബീർ സിംഗ് സിദ്ധു, അതാണ് ബുക്കും ഓതറും. സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഓതർ കുൽബീർ സിംഗ് സിദ്ധു. അതിനകത്ത് ആ ബുക്കിനകത്ത് അങ്ങനെ ഞാൻ ഇതുപോലെ തന്നെ ആളുകളുടെ റിവ്യൂ നോക്കി, ഇതുപോലെ ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റുന്ന പേജസ് ഒക്കെ നോക്കിയിട്ട് എഴുതി. ഇതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഓതർ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് കുട്ടികളുടെ റൈറ്റ്സിനെ പറ്റിയാണ്. കുട്ടികൾക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കണം, നല്ല ലൈബ്രറി, അങ്ങനെ എല്ലാ കാര്യങ്ങളും, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ബുക്ക് സ്കൂൾ മാനേജ്മെന്റ്, ഇത് 2 ഓതേഴ്സ് ചേർന്ന് എഴുതിയതാണ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് അറിയില്ല കേട്ടോ. M- ആൻഡ് മീന ഡാഷ്, DASH ആണ് പ്രൊനൗൺസ് ചെയ്യുന്നത്, അങ്ങനെ തന്നെയാന്ന് ഞാൻ വിചാരിക്കുന്നു. പേരുകൾ പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് ഇച്ചിരി പാടാം. സ്കൂൾ മാനേജ്മെന്റ് അതാണ് രണ്ടാമത്തെ ബുക്ക്. ഓതേഴ്സ് M- ആൻഡ് മീന ഡാഷ്. ഇതിനകത്ത് സ്കൂൾ മാനേജിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്കൂളിലെ ഹെഡ് മാസ്റ്ററുടെ ഇമ്പോർട്ടൻസ്,
ടീച്ചേഴ്സിന്റെ റോള് എല്ലാം പറയുന്നുണ്ട്. പിന്നെ ടൈം ടേബിളിനെ കുറിച്ച്, റിപ്പോർട്ട് കാർഡിനെ കുറിച്ച്, അറ്റൻഡൻസ് രജിസ്റ്റർ, ടീച്ചറുടെയും സ്റ്റുഡൻസിന്റെയും ഒക്കെ അറ്റൻഡൻസ് രജിസ്റ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇത് ഏകദേശം എനിക്ക് ഒരു പേജേ ഉണ്ടായിരുന്നു കേട്ടോ എഴുതിയപ്പോ. 3 പാരഗ്രാഫായിട്ട് തിരിച്ചിട്ട് എഴുതി. മറ്റേ ആദ്യത്തെ ഒരു 1.5 പേജിനടുത്തുണ്ടായിരുന്നു. അടുത്ത 3ാമത്തെ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓതർ SK കൊച്ചാർ, KOCHHAR, അതാണ് സ്പെല്ലിംഗ്. എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ളവർക്ക് എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണെന്നാണ് ഈ ബുക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. ഇവിടെയും ഹെഡ് മാസ്റ്ററുടെ റോള്, ടീച്ചറുടെ റോള്, സ്റ്റുഡൻസിന്റെ റോള്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂളിലെ മറ്റ് എലമെന്റ്സ്, ലൈബ്രറി, ഓഫീസ്, അതിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യമായിട്ട് പുതിയതായി ഒരു സ്കൂള് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് നല്ലൊരു ഗൈഡാണ് ഈ സ്കൂൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള ബുക്ക്. ഓക്കെ, അതിന് ഏകദേശം ഒരു പേജൊക്കെ ഉണ്ടായിരുന്നു. 3 പാരഗ്രാഫായിട്ട് തിരിച്ചെഴുതിയതാണ്. നെക്സ്റ്റ് വൺ, നമുക്ക് ടൈം ടേബിളിന്റെ മോഡൽസ് ഉണ്ടാക്കണം. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ടൈം ടേബിൾസ് ഉണ്ടാവും. ഒന്ന് സ്റ്റുഡൻസിന്റെ ടൈം ടേബിള്, പിന്നെ ഒന്ന് ടീച്ചേഴ്സിന്റെ ടൈം ടേബിള്, പിന്നെ ഉള്ളത് പ്രിൻസിപ്പലിന്റെ ടൈം ടേബിള്, അല്ലെ? അപ്പൊ നമുക്ക് ഞാൻ KG കുട്ടികളുടെ ടൈം ടേബിൾ ആട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. എന്താ പറയാ, 6 പീരീഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കണേ. 1, 2, 3 ആദ്യത്തെ 3 പീരീഡ് മോർണിംഗ് സെഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ബ്രേക്ക് ആണ്. പിന്നെ 4, 5, 6 അങ്ങനെ ടൈം ടേബിൾ ഇട്ടു. ഇടയ്ക്കുള്ള 10 മിനിറ്റ്സ് ബ്രേക്ക് ഒന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. ബ്രേക്ക് ഉണ്ട്, പക്ഷെ അതിനകത്ത് കാണിച്ചിട്ടില്ല. അത് ഞാൻ ടൈം, അല്ലെങ്കിൽ ഓരോ പീരീഡിന്റെ അവിടെ ടൈം ഇട്ടാൽ മതി, അപ്പൊ ബ്രേക്കിന്റെ മനസ്സിലാവും. ഇതിങ്ങനെയാണ് ഞാൻ ആ ടൈം ടേബിൾ എഴുതിയത്. ഇപ്പൊ ഇട്ട ബുക്കായത് അതിങ്ങനെ വരച്ചപ്പോ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടാവില്ലായിരിക്കും. അപ്പൊ KG കുട്ടികളായതുകൊണ്ട്, അപ്പൊ എന്റെ കുട്ടി അന്ന് KG പഠിക്കായിരുന്നു. അപ്പൊ ആ ടൈം ടേബിൾ എനിക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ പറ്റി. അപ്പൊ അതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മാത്സ്, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, GK, IT, സ്റ്റോറി. ആരോ എന്നോട് ചോദിച്ചു KGയിൽ ഹിന്ദി ഉണ്ടോ? അതെ, KGയിൽ ഇവര് ഹിന്ദി പഠിച്ചു തുടങ്ങി. CBSE അല്ലേ? CBSE KGയിൽ ഹിന്ദി തുടങ്ങില്ലേ? സ്റ്റേറ്റില് 5ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ എന്തോ അല്ലേ? എന്തോ 5ാം ക്ലാസ്. KG ഇവർക്ക് ഹിന്ദി ഉണ്ടായിരുന്നു. പിന്നെ കേഴ്സീവ് റൈറ്റിംഗ്, പ്ലേ, കളറിങ്, ഇതൊക്കെ അതിനകത്ത് പീരീഡ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഡാൻസ്, മ്യൂസിക്, ആ രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തത്. അത് കുട്ടികളുടെ ടൈം ടേബിൾ. ഇനി ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ. അപ്പോ LKG 2 ഡിവിഷൻ ഉണ്ടെന്ന് വെച്ചു, UKG 2 ഡിവിഷൻ. ആ രീതിയിലാണ് ഞാൻ ടീച്ചേഴ്സിന്റെ ടൈം ടേബിൾ തിരിക്കുന്നത്. അത് സെയിം കുട്ടികളെ ആ സെയിം സ്കൂൾ എന്നുള്ള കൺസെപ്റ്റിൽ തന്നെ ആ ടൈം ടേബിളും 6 പീരീഡ്. അതില് ഇപ്പൊ ഒരു ടീച്ചർ, നമ്മളാണ് ടീച്ചർ എന്ന് വിചാരിച്ചു, നമ്മൾ പോകുന്ന ക്ലാസ്സസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. നമ്മുടെ ഒരാളുടെ രീതി എന്നുള്ളത്. ഫസ്റ്റ് പീരീഡ് ഇപ്പൊ ഞാൻ മൺഡേ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പീരീഡ് LKG 1 പോകുന്നു, A ഡിവിഷൻ ആണെങ്കിൽ A ഡിവിഷൻ. സെക്കൻഡ് പീരീഡ് B ഡിവിഷനിൽ പോകുന്നു. തേർഡ് പീരീഡ് UKG A ഡിവിഷനിൽ പോകുന്നു. പിന്നെ ലഞ്ച് ബ്രേക്ക് ആയി. ഫോർത്ത് പീരീഡ് UKG B ഡിവിഷനിൽ പോകുന്നു. ഫിഫ്ത് പീരീഡ് ബ്രേക്ക്, ഫ്രീ ആണ് ടീച്ചർ. സിക്സ്ത് പീരീഡ് LKG A ഡിവിഷനിൽ പോകുന്നു. എല്ലാ ദിവസവും ടീച്ചർക്ക് 5 പീരീഡ് ഉണ്ട്, ഒരു പീരീഡ് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. ആ രീതിയിലാണ് ടീച്ചർമാരുടെ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നത്. ഒന്നുമില്ലാത്ത ഭാഗത്ത് ബ്രേക്ക് ആണ് കേട്ടോ. അടുത്ത തവണ തിരിച്ചടങ്ങും. പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ. പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ എങ്ങനെയായിരിക്കും? പ്രിൻസിപ്പൽ റൂമിൽ ഇരുന്നാൽ അറിയാൻ പറ്റണം ഏത് ക്ലാസ്സിലാണ്, ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാന്നുള്ളത് അല്ലെ. പ്രിൻസിപ്പലിന്റെ ടൈം ടേബിൾ അതാണ്. അപ്പൊ പ്രിൻസിപ്പൾ അറ്റ് എ ടൈം 4 ക്ലാസ് റൂംസ് ആണ്. LKG A ഡിവിഷൻ, LKG B ഡിവിഷൻ, UKG A ഡിവിഷൻ, UKG B ഡിവിഷൻ. നമ്മുടെ KG സ്കൂൾ മാത്രമുള്ളതെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ 2 സെക്ഷൻ അങ്ങനെ വരുന്നു. അപ്പൊ 6 ടീച്ചർമാർ എന്നുള്ള രീതിയിലാണ് ഞാൻ സെലക്ട് ചെയ്തത്. അത് T1, T2, T3, T4, T5, T6 ടീച്ചർമാർക്ക് പേര് കൊടുത്തു. അപ്പോ മൺഡേ ഫസ്റ്റ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ക്ലാസ് റൂമില് 4 ടീച്ചർമാർ പോകണമല്ലോ. LKG 1 ഒരു ടീച്ചർ, LKG 2 അടുത്ത ടീച്ചർ, LKG 1 T1, LKG 2 T3, UKG 1 T4,
UKG 2 T6. അപ്പൊ ടീച്ചർ 2, അതായത് T2ഉം T5ഉം ആ സമയത്ത് ഫ്രീ ആണ്. ഇനി അഥവാ ലീവ് ആവുകയാണെങ്കിൽ, ആരെങ്കിലും ലീവ് ആണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് അവർക്ക് പോവാലോ. അങ്ങനെയാണല്ലോ സാധാരണ ചെറിയ ക്ലാസ്സിലൊക്കെ വരുന്നത്. അപ്പൊ ആ രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. 6 ടീച്ചർമാരെ സെലക്ട് ചെയ്തു, 4 ക്ലാസ് റൂമേ ഉള്ളൂ. അപ്പൊ അവിടെ പോകുന്ന 4 ടീച്ചേഴ്സ്, ബാക്കി 2 ടീച്ചർമാര് ഫ്രീ ആയിട്ടിരിക്കും. ഈ 4 ടീച്ചേഴ്സ് ഓവർലാപ്പ് ചെയ്ത് പോകരുത്. ഒരേ ക്ലാസ് 2 ക്ലാസ്സിൽ ഒരേ ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ എഴുതി പോകരുത്. ആ രീതിയിൽ വേണം പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ഒരു ഡേയുടെ കാണാൻ പറ്റുമായിരിക്കും. അത് മാത്രമേ എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ ആയിട്ട് വന്നുള്ളൂ ശരിയാക്കാനായിട്ട്. പക്ഷെ പിന്നെ ആ ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഇതാണ് പ്രിൻസിപ്പളിന്റെ ടൈം ടേബിൾ. ഓക്കെ, ഇപ്പൊ പ്രിൻസിപ്പളിന് അത് സോഫ്റ്റ് കോപ്പി ഒക്കെ ആയിരിക്കും. സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏത് ക്ലാസ്സിൽ ഏത് ടീച്ചറാന്നൊക്കെ ഉള്ളത്. സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും. പിന്നെ ക്യാമറ ഉണ്ടാവുമല്ലോ അല്ലെ. അപ്പൊ അങ്ങനെ ടൈം ടേബിളിന്റെ രീതി അതായിരുന്നു. മാം ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു അസംബ്ലി ഒക്കെ കൊടുത്തൂടെ മാം പ്രിൻസിപ്പളിന്റെ ടൈം ടേബിളില്? അപ്പം 1 hour അങ്ങനെ പോയി കിട്ടൂലേ? അസംബ്ലി ശരിക്കും ഒരു പീരീഡിലാണ് കൊടുക്കാറ്. സ്കൂൾ സ്റ്റാർട്ടിങ്ങിൽ വരില്ലേ? പിന്നെ എന്തെങ്കിലും എമർജൻസി അസംബ്ലി ഒക്കെ വരുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ലേ? അതൊക്കെ മറ്റ് സാധാരണ അസംബ്ലി മോർണിംഗ് സെഷനിൽ വരുന്നു. എമർജൻസി ഒക്കെ വൺസ് ഇൻ എ വൈലൊക്കെ വരുന്നല്ലേ. ഞാൻ ജനറൽ ആയിട്ട് ചെയ്തത് എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാട്ടോ, നോ പ്രോബ്ലം. ഞാൻ കാരണം നമ്മൾക്കൊരു മോഡൽ ഒന്നും തന്നിട്ടുണ്ടായില്ലായിരുന്നു ഞങ്ങളുടെ മാം. ഞങ്ങള് തന്നെ ഇങ്ങനെ മനസ്സിൽ തോന്നി ആ രീതിയിൽ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ നെക്സ്റ്റ്, visit a preschool working in good way and write a brief description about that school. ഇതിപ്പോ എല്ലാവർക്കും പറ്റണമെന്നില്ല അല്ലെ. അപ്പം നിങ്ങളുടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിനെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്ത് ഏതെങ്കിലും സ്കൂളിനെ പറ്റി അറിയെങ്കിൽ അത് എഴുതാം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ഉണ്ടെങ്കിൽ അതിനെ പറ്റി എഴുതാം, നോ പ്രോബ്ലം. ഈ പോകാൻ പറ്റൂ, ഏതെങ്കിലും സ്കൂൾ വിസിറ്റ് ചെയ്യാൻ പറ്റൂ, വളരെ നല്ല ഫീൽഡ് സ്റ്റഡി പോലെ അല്ലെ. പിന്നെ FAQ, നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ആദ്യമായിട്ട് സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോൾ നമുക്ക് കുറേ ക്വറീസ് ഉണ്ടാവും, കുറേ ഡൗട്ട്സ് ഉണ്ടാവും ക്ലാരിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ നമ്മളത് ആ ഓഫീസിലെ കൺസേൺ സ്റ്റാഫിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ടല്ലേ. അതുപോലെ ഒരു FAQ നിങ്ങൾ എഴുതണം, ഫ്രീക്വന്റ്ലി ആസ്കിങ് ക്വസ്റ്റ്യൻസ് അല്ലെ, വിത്ത് ആൻസേഴ്സും വേണം. ന്യൂലി സ്റ്റാർട്ടിങ് സ്കൂൾ, പുതുതായി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സ്കൂളാണ്. ആ സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കണം എന്ന് വിചാരിച്ചു. അപ്പൊ അവിടെ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ്, ഒരു 10 to 12 ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റുമോ നോക്കുക. ഞാൻ എഴുതിയേക്കുന്ന വായിക്കാം. വാട്ട് ഈസ് ദ ടൈമിംഗ് ഓഫ് ദ സ്കൂൾ? 10 AM to 3 PM. Whether conveyance is providing? Yes. How many working days per week? 5 days per week, Monday to Friday. Is there uniforms? Yes. From where we will get uniforms? School will provide uniforms for every kid. Is there only one uniform? No. Wednesday we are having different type of uniform. Other 4 days same color uniforms which will be given in 2 pairs. What are the other materials the children have to bring? Children should bring bag, lunch, water bottle, snacks and umbrella if needed. What about textbooks and notebooks? All the books will be provided from the school itself. Is there any extracurricular activities? Yes. Dance and music. What is the fee structure? Fee details are given in the brochure itself. If any doubt, you can contact the telephone number given in the brochure. Is there any evaluation? Yes, weekly and monthly evaluations are there. Is there any PTA meeting? Yes, monthly there is PTA meeting. ഇത്രയാണ് FAQ വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആഡ് ചെയ്യാം കേട്ടോ. Next, write about good preschool teachers and finding out their qualities. Minimum 3 persons. ഇത് നിങ്ങൾക്ക് പേഴ്സണലി അറിയാവുന്ന, ഒന്നില്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രീസ്കൂൾ ടീച്ചറെ കുറിച്ച് ഒരു 3 പേരെ കുറിച്ചെങ്കിലും എഴുതുക എന്നുള്ളതാണ്. ഞാൻ എഴുതിയത്, ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോയ ഒരു മോണ്ടിസോറി സ്കൂളിലെ ഡയറക്ടറായിരുന്ന അജി സാറിനെ കുറിച്ചായിരുന്നു ഞാൻ എഴുതിയത്. പിന്നെ
എന്റെ മോനെ LKG പഠിപ്പിച്ച സിസ്റ്റർ ആൻഡ്രീത്തെ കുറിച്ചായിരുന്നു എഴുതിയത്. ഇനി ഞാൻ നഴ്സറി പഠിച്ചപ്പോൾ എന്റെ ടീച്ചറായിരുന്ന കന്നഡ ടീച്ചറെ കുറിച്ചായിരുന്നു എഴുതിയത്. നിങ്ങൾക്ക് എഴുതാം, അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതും ഒട്ടിക്കാം. പിന്നെ ഗുഡ് ക്വാളിറ്റീസ് ഓഫ് എ പ്രീ സ്കൂൾ ടീച്ചർ. പ്രീ സ്കൂൾ ടീച്ചർക്ക് വേണ്ടുന്ന ക്വാളിറ്റീസ് അതിനെപ്പറ്റി എഴുതുക. പിന്നെ ബയോഗ്രഫീസ് ഓഫ് വേൾഡ് നോൺ ബെസ്റ്റ് ടീച്ചേഴ്സ് 5 പേരെ പറ്റി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 10 പേരെ പറ്റി എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലൊരാള് മറിയ മോണ്ടിസോറി ആയിരിക്കണം എന്തായാലും. ഞാൻ എഴുതിയപ്പോ ഇങ്ങനെയാണ് എഴുതിയത്. ഞാൻ ആദ്യം ആൽബർട്ട് ഐൻസ്റ്റീനെ പറ്റി എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ ഒരു പിക്ചർ കളക്ട് ചെയ്ത് ഒട്ടിച്ചിരുന്നു. അപ്പൊ ഇവിടെ സ്പേസ് ഉള്ളത് കാരണം അദ്ദേഹം ജനിച്ച വർഷവും ആ ജനിച്ച സ്ഥലം, പിന്നെ അദ്ദേഹത്തിന്റെ ഡെത്ത് സംഭവിച്ച ഇയറും ഡീറ്റെയിൽസും പിന്നെ ആ സ്ഥലവും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എഴുതി. പിന്നെ എഴുതിയത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ്, ആനി സെലവൻ. ഓക്കെ, ആനി സെലവനെ കുറിച്ചാണ് എഴുതിയത്. ആനി സെലവൻ ആരാ? ഹെലൻ കെല്ലർ ടീച്ചർ. ഹെലന്റെ ടീച്ചർ അല്ലെ? ഹെലന്റെ ലൈഫ് ലോങ് ഹെലന്റെ കമ്പാനിയനായിട്ട് ഏകദേശം കുറെ വർഷങ്ങളോളം, വർഷത്തിനടുത്ത് അങ്ങനെ ഒരു ടീച്ചർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നാം അറിയുന്ന ഹെലനായിട്ട് അവർ മാറിയത്. അല്ലെങ്കിൽ ഹെലന്റെ ലൈഫ് എന്താകുമായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. ആനി സെലവനെ കുറിച്ച് എഴുതി. പിന്നെ അരിസ്റ്റോട്ടിൽ, ഡോക്ടർ മറിയ മോണ്ടിസോറി, ദെൻ ബുക്കർ ടി വാഷിംഗ്ടൺ, കൺഫ്യൂഷ്യസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ആ ഒരു ബർത്ത് ഡേറ്റിലാണ് നമ്മൾ ടീച്ചേഴ്സ് ഡേ ആയിട്ടുള്ള 5th സെപ്റ്റംബർ. ലൂയിസ് ബ്രെയിലി, അദ്ദേഹം ബ്ലൈൻഡ് ആയിരുന്നു. അപ്പൊ ബ്ലൈൻഡ് പീപ്പിളിന് വേണ്ടിയിട്ട് ബ്രെയിലി ലിപി കണ്ടുപിടിച്ചത് അദ്ദേഹമായിരുന്നു. പിന്നെ സോക്രട്ടീസ്, ഐസക് ന്യൂട്ടൻ. അങ്ങനെ 10 പേരെ പറ്റി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് 5 പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ക്രിയേറ്റ് യുവർ ഓൺ ഡേ ടൈം ടേബിൾ. നമ്മളുടെ ഡെയിലി റൊട്ടീൻ, ആ ഡേ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. പിന്നെ what are the learning activities you provided in the teaching practice school? If you haven't started it, what all activities you are planning for? നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത സ്കൂളിൽ എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് കൊടുത്തത്? ഇനി നിങ്ങൾ ചെയ്തിട്ടില്ല, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാൻ പോകുമ്പോൾ എന്തെല്ലാം കൊടുക്കാനാണ് പ്ലാൻ, അത് എഴുതാം. ഈ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവര് എന്തെല്ലാം ആക്ടിവിറ്റീസ് ആണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ അത് എഴുതാം. പിന്നെ നല്ലൊരു ചൈൽഡ് ഫ്രണ്ട്ലി സ്കൂൾ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം അതിനെ പറ്റി എഴുതുക. ഞാൻ എഴുതുക മാത്രമല്ല, കുറെ കിട്ടിയ പിക്ചേഴ്സ് ഒക്കെ ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോണ്ടിസോറി മെത്തേഡിലുള്ള സ്കൂളിന്റെയാണ് ഞാൻ കളക്ട് ചെയ്ത് ഒട്ടിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഓക്കെ നിങ്ങൾക്ക് എഴുതാനുള്ളത്. ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഞാൻ പക്ഷെ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയെന്ന് തോന്നിയ 10 ക്വസ്റ്റ്യൻ അതിൽ നിന്ന് എടുത്തിട്ട് ആണ് ആഡ് ചെയ്തത്. ഞങ്ങൾക്ക് എസ്സേ ഒക്കെ എഴുതാനുണ്ടായിരുന്നു. ഓക്കെ, പ്ലീസ്. ഡൗട്ട്സ് ഉണ്ടോ? യെസ്. മാം, നമ്മളെ ഹാപ്പിനെസിന്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിലാണ്, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ മാം ഇട്ടിട്ടില്ലായിരുന്നോ? അത് ജസ്റ്റ് ഒരു അതിനെ ബ്രീഫായിട്ട് അങ്ങ് എഴുതണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ ഒപ്പീനിയൻ എഴുതിയ പോരെ? ഓരോരുത്തരുടെ വ്യൂസ് ആണ് എഴുതേണ്ടത്. ചിലർക്ക് അതൊരു സെന്റൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, ചിലർക്ക് കുറെ റിലേറ്റ് ചെയ്ത് എഴുതാനുണ്ടാവും. ഇറ്റ് ഡിപ്പെൻഡ്സ്. നിങ്ങൾ ഓരോരുത്തരെയും പേഴ്സൺ ടു പേഴ്സൺ ആണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് അസൈൻമെന്റ് അല്ലേ മിസ്? അതെ അതെ, അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞത്. ആണോ? അസൈൻമെന്റ് ആയിരുന്നു. അപ്പൊ വേറെ ഇട്ടിട്ടില്ല. ഇട്ടിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇട്ട കാരണം ഞാൻ പറഞ്ഞത്. പറഞ്ഞത് മിസ് ക്ലാസ് റൂമിലുണ്ട്. ഇത് സർവേ നിങ്ങൾക്ക് ഇട്ടിട്ടില്ലേ ക്ലാസ് റൂമില്? ക്വസ്റ്റ്യൻ സർവേ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ അല്ലേ ഇടാതെയുള്ളൂ? 10 ക്വസ്റ്റ്യൻ ഇതേ ഇടാതെയുള്ളൂ. പിന്നെ 4 റെക്കോർഡ് വരെയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു അല്ലേ? എഴുതി തുടങ്ങി. എന്താ ഇപ്പൊ സ്റ്റാറ്റസ്? എവിടെ നിൽക്കണു? 3-ാമത്തേല്
മൂന്നാമത്തെ റെക്കോർഡ്. അത് വേഗം ചെയ്യൂ. കാരണം നമ്മൾ ചെയ്ത് തീർത്താൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാലോ. ലാസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു ഫാമിലിയിൽ ജീവിക്കുന്നതാണ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം. എന്തെങ്കിലും പെട്ടെന്നൊരു പേഴ്സണൽ എമർജൻസി വരുമ്പോൾ എല്ലാ ഷെഡ്യൂളും തെറ്റും. പിന്നത്തേക്ക് വെച്ചാൽ പറ്റുന്ന ഒരു പ്രശ്നം അതാ. അപ്പൊ അതുകൊണ്ട് പ്രാക്ടീസിന് വരുമ്പോ ഈ റെക്കോർഡൊക്കെ കൊണ്ടുവരാം അല്ലേ? പ്രാക്ടിക്കലിന് വരുമ്പോ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് സൈനും സീലും ചെയ്തു പോകാം. നിങ്ങൾക്ക് അത്രയും എഫേർട്ട് എടുത്തതിൽ ഒരു സൈനും സീലും കിട്ടുമ്പോൾ ഒരു അയ്യോ നിങ്ങളുടെ ആയിട്ടില്ല കേട്ടോ, നിങ്ങളുടെ പറയാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഈ ഒരു ഒപ്പം പോകും. പാർട്ട് 3 ഓൾമോസ്റ്റ് തീർന്ന് അതിന്റെ ഒപ്പം പ്രാക്ടിക്കൽസ് ചെയ്ത് അത് കഴിഞ്ഞു കഴിയുമ്പോൾ ഓൺലൈൻ ആയിട്ടുള്ള ഡെമോ കഴിയുമ്പോഴാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വന്നത് വെക്കുള്ളൂ. ഇനി സമയമുണ്ട്. ഈ സർവേയില് ഇപ്പൊ 5 ഫാമിലിയെ കാണുമ്പോ ഈ ഡീറ്റെയിൽസ് 5 കോപ്പി ആയിട്ട് നമ്മൾ എഴുതുക, അല്ലെങ്കിൽ കോപ്പി എടുക്കുക, എന്നിട്ട് ഇതിൽ പിൻ ചെയ്ത് വെക്കാം അല്ലെ? അല്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് അവരെ കൊണ്ട് ടിക്ക് ചെയ്യിക്കാം. അങ്ങനെ അറിയില്ല, ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ആയിരിക്കും നോക്കുന്നത്. പാരന്റ്സ് സ്ഥലത്തില്ലാത്ത കുട്ടികളാണെങ്കിൽ ചോദിച്ചിട്ട് നമ്മൾ ടിക്ക് ചെയ്താൽ. ചിലര് അങ്ങനെ ഒരു നമ്മളെ നോക്കിയിരിക്കും, അവരുടെ വിഷമങ്ങളും കൺസേൺസും എല്ലാം പറയാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? ഞാൻ പറയാം മാം. 1 സെക്കൻഡ്, ഞാൻ ഒരു മെസ്സേജ് തന്നൊന്ന് റിപ്ലൈ ചെയ്തോട്ടെ. അങ്ങനെ നമ്മൾ കമ്പൽസറി പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പലതും തൊട്ടു നോക്കി മനസ്സിലാക്കേണ്ടതും പിന്നെ എന്താ പറയാ കേൾക്കുന്നത്, സൗണ്ട് സിലിണ്ടേഴ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ, നമ്മുടെ കയ്യിലൂടെ തന്നെ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. നിങ്ങളൊരു വീഡിയോ കാണുന്നതിനേക്കാളും നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന ക്ലാരിറ്റി ഒരിക്കലും ഒരു വീഡിയോയിൽ കിട്ടണമെന്നില്ല. ടീച്ചേഴ്സ് എല്ലാം നല്ല രീതിയിൽ അതിന്റെ ഡെമോ കാണിക്കും ക്ലാസ്സിൽ. പക്ഷെ നമ്മളത് ചെയ്യുമ്പോൾ അതെല്ലാ കുട്ടികളും സമ്മതിച്ചാണ്, ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് നമ്മൾ കമ്പൽസറി പറയുന്നില്ല. എനിക്കറിയാം പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ദൂരം ഒരു പ്രശ്നമായിരിക്കും, ലീവ് ഒരു പ്രശ്നമായിരിക്കും, ചെറിയ കുട്ടികൾ ഉണ്ടാവും, പ്രായമായ പാരന്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നുണ്ട്. അത് ഫസ്റ്റ് ബാച്ചിന്റെ റിക്വസ്റ്റിലായിരുന്നു കേട്ടോ. അവര് പറഞ്ഞു ഞങ്ങൾക്ക് നേരിട്ട് വരും. അത് പിന്നെ എല്ലാ ബാച്ചിലുമായി. അത് കഴിയുമ്പോഴേക്കും പ്രാക്ടിക്കൽ സെഷൻ വളരെ തറവാകുന്നുണ്ട് എല്ലാവരും. മാത്രല്ല ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പോഴേക്കും ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ പ്രാക്ടിക്കൽ ചെയ്യാൻ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ചെയ്ത ഈ വർക്കുകള്, റെക്കോർഡ്, അസൈൻമെന്റ്, നമ്മുടെ റിപ്പോർട്ട്, നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ്, ഇത് കാണുമ്പോൾ അവർ ഇംപ്രസ്ഡ് ആകാറുണ്ട്. പ്രാക്ടിക്കൽ ചെയ്യാൻ നേരിട്ട് പോയി എന്നൊക്കെ കേൾക്കും. സോ ആലോചിക്കും, പറ്റുന്നവർ വരിക, അല്ലാത്തവർക്കൊന്നും പറയാം, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലാത്തവർ തൊട്ടടുത്തൊരു മോണ്ടിസോറി സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ പോയി ഇത് ചെയ്യാനായിട്ട് പെർമിഷൻ ചോദിക്കും. ചിലര് പേയ്മെന്റ് കൊടുത്ത് അങ്ങനെ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. മോണ്ടിസോറി സ്കൂളിൽ പോയി മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. ഓക്കെ, യെസ് പ്ലീസ്. Thank you, Jisha ma'am, for your wonderful class, and thank you all my dear friends to attend this class. Today I sign out this class by a simple motivational quote about study. If you are not willing to learn, no one can help you. If you are determined to learn, no one can stop you. Once again, thank you, Jisha ma'am, and all my dear friends. Sign out by Sini from Thrissur. Thank you. See you. മാം, 3 ബുക്ക് റെഫറൻസ് ചെയ്ത് എഴുതാൻ പറഞ്ഞില്ലായിരുന്നോ? അത് ഗൂഗിളിൽ നോക്കിയിട്ടാണോ റെഫറൻസ്? നെറ്റ് അപ്പോഴേക്ക് കട്ടായി. അതെ, ഗൂഗിളിൽ നോക്കണം. നമ്മൾ വാങ്ങിക്കൊന്നും വേണ്ട, നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അത് വായിച്ച ആളുകളുടെ റിവ്യൂ കിട്ടും. അത് കൂടാതെ തന്നെ ഈ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് പർച്ചേസ് ചെയ്യുന്ന ആമസോൺ പോലുള്ള സൈറ്റുകൾ ഉണ്ടല്ലോ, അതിൽ നമ്മളൊരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലവര് ആ ബുക്കിന്റെ കണ്ടന്റ്സ് ഒന്ന് ബ്രീഫ് ഉണ്ടാകും. നമുക്കത് ഫ്രീ ആയിട്ട് വായിക്കാൻ കിട്ടും. അതായാലും മതി, നമ്മൾ വാങ്ങിക്കാറില്ല. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം.